ഹലോ, ഇന്ന് സാറ്റർഡേ അല്ലേ? അപ്പോൾ ഒരു റൈഡ് പോവാന്ന് കരുതി. ഇത് NSS കോളേജിൻ്റെ അതിലെ പോകുന്ന വഴിയാണ്. കുറേ കാലമായി ഞാൻ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നത്. മംഗലം പാലത്തിൻ്റെ അടുത്തുള്ള ഒരു പമ്പിൽ നിന്ന് എയർ എല്ലാം ചെക്ക് ചെയ്തു. ഇനി നമുക്ക് പോവാം. ആക്ച്വലി ബോർഡ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കൊച്ചിയിലേക്ക് പോവാണെന്ന്. പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴയും കുറേ കാലമായി സൈക്കിൾ ഓടിച്ചിട്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അടുത്ത തവണ പോവാം. ഈ കാണുന്നതാണ് ചുവന്നമണ്ണ് അക്വഡക്റ്റ്. ഇതിൻ്റെ കുറേ വീഡിയോസ് എല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതുവരെ അതിൻ്റെ മുകളിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. പോകണം ഒരു ദിവസം. അങ്ങനെ ഞങ്ങൾ പട്ടിക്കാട് നിന്ന് ലെഫ്റ്റ് എടുത്തു, പീച്ചി റോഡിലേക്ക് കയറി. ഇത് കണ്ണറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തുടങ്ങിയ ഒരു ക്ലൈംബാണ്. അവിടെ നിന്ന് നമ്മൾ പീച്ചി എത്തുന്നവരെ ഒരേ എലിവേഷനായിരുന്നു. ഞങ്ങൾക്ക് അറിയ പോലും ഇല്ലായിരുന്നു. പെട്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചവിട്ടി ഇങ്ങനെ ക്ഷീണിച്ച് പോവാണ്. ഇനി ഈ രണ്ട് സൈഡ് കാണുന്നതാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏരിയ. നല്ല രസമാണ് അതിലൂടെ റൈഡ് ചെയ്യാൻ. മസ്റ്റ് ട്രൈ ആട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പീച്ചി ഡാമിൻ്റെ എൻട്രൻസ് കണ്ടപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാതിരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അടുത്തുള്ള കടയിൽ നിന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ പീച്ചി പാർക്കിംഗ് ഏരിയ എത്തിയിട്ട് ഞങ്ങൾ സൈക്കിൾ രണ്ടും ലോക്ക് ചെയ്തു. ഇതാണ് പീച്ചി ബസ് സ്റ്റാൻഡ്. നമ്മൾ തൃശ്ശൂരിൽ നിന്നൊക്കെ ബസ് കയറിയ ഇവിടെയാണ് നമ്മൾ വന്ന് ഇറങ്ങുക. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടക്കുന്നു. ടിക്കറ്റിന് ഒരാൾക്ക് 20 രൂപയാണ് വരുന്നത്, അഡൾട്ടിന്. ചിൽഡ്രൻസിനും അതുപോലെ തന്നെ എൽഡർലി പീപ്പിളിനൊക്കെ 10 രൂപയാണ് ടിക്കറ്റ്. പീച്ചി ഡാം തൃശ്ശൂർ ജില്ലയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഡാമാണ്. ഫസ്റ്റ് ലാർജസ്റ്റ് ഡാം എന്ന് പറയുന്നത് ചിമ്മിനി ഡാമാണ്. അതുപോലെ തന്നെ പീച്ചി ഡാമിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് കുടിവെള്ളം എത്തിക്കുന്നതും അതുപോലെ കൃഷിക്ക് ആവശ്യമുള്ള വെള്ളവും തൃശ്ശൂർ കോർപ്പറേഷനിൽ ആവശ്യമുള്ള വെള്ളം എല്ലാം പീച്ചി ഡാമിൽ നിന്നാണ് വരുന്നത്. ഏകദേശം 3200 ഏക്കറിലാണ് ഈ പീച്ചി ഡാം സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഈ 20 രൂപ ടിക്കറ്റിൽ നമുക്ക് ഡാമും അതുപോലെ തന്നെ ഗാർഡനും എല്ലാം ആക്സസിബിൾ ആണ്. ഇത് പീച്ചി ഡാമിൻ്റെ പവേലിയൻ ആണ്. നമ്മളപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോവാണ് ഗൈസ്. അതിമനോഹരമായ പീച്ചി ഡാമിൻ്റെ വ്യൂ കാണണമെങ്കിൽ നമ്മൾ എന്തായാലും ഇതിൻ്റെ മുകളിൽ കയറണമെന്ന് കാണണം. കയറാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും ആ ഡാമിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റും. ലേഡീസിനും ജെൻസിനും ഉള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അത് വളരെ നീറ്റ് ആൻഡ് ക്ലീനായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
ഞങ്ങൾക്ക് ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ തന്നെ ഭയങ്കര ശക്തമായ മഴയൊക്കെ പെയ്തു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് തിരിച്ചു. പട്ടിക്കാട് സൈഡിലുള്ള ഒരു തട്ടുകടയിൽ നിന്ന് ഊണ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പനിയങ്കര ടോളെത്തിയപ്പോൾ കുറച്ച് ചായയും കുടിച്ചു. മഴ കാരണം കുറേ വീഡിയോസ് എടുക്കാൻ മിസ് ചെയ്തു. ഒരു 3:30 ആകുമ്പോൾ വീടെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.